ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുക നമ്മൾ ചെറിയ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു പാൽക്കറിയാണ്. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ കൊണ്ടുവരുമ്പോൾ അതിന് ചെറിയ ഉരുളക്കിഴങ്ങ് നോക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു പാൽക്കറി ഉണ്ടാക്കുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങ് നോക്കിയിട്ട് ഒരു 250 ഗ്രാം ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നത്. ഇതൊക്കെ തൊലിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് ഇനി നമുക്ക് കുക്കറിലിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ അവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിരിക്കണ്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. ഇനി നമുക്ക് തീ പറ്റ കുറച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തീ ഒരിക്കലും കൂട്ടി വെക്കരുത്, നമ്മൾ മുളകും പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. തീ കുറച്ചിന് ശേഷം നമ്മൾ ആ മുളകും പൊടി ഇട്ട് ചെറിയ തീയിൽ തന്നെ നമുക്കൊന്ന് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മുളകും പൊടി കടന്നാണ്ട് 2-3 മിനിറ്റ് നമ്മൾ കിഴങ്ങ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ നല്ല സ്മെല്ലുമാണ്. അതേപോലെ തന്നെ ഈ മുളകും പൊടിയൊക്കെ നമ്മൾ കിഴങ്ങിലേക്ക് നല്ലോണം പിടിച്ചു കിട്ടും. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊണ്ട് ഒരു 2-3 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ഉരുളക്കിഴങ്ങൊക്കെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാടെണ്ണം ഇങ്ങനെ മുറിച്ചെടുക്കണം. പക്ഷേ ഇതുപോലത്തെ കറി ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങാണ് നല്ലത്. അപ്പോഴേ കറിയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം തിരിച്ചറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 മിനിറ്റ് ആയിക്കണേ. ഇനി നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. ഇനി നമുക്ക് അടുത്തൊരു പാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അത് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്കും കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു സ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ ചെറിയ ജീരകം പൊടിച്ചതില്ലെങ്കിൽ ചെറിയ ജീരകം അച്ചയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇനി അത് ഇതേപോലെ തന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച സവോളയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളി അത് 4 നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി അത് നല്ലോണം ഒന്ന് വയന്ന് വരണം. അപ്പോൾ ചെറിയ തീയിൽ തന്നെ നമുക്ക് സവോള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊന്ന് വയന്ന് വരട്ടെ. ഇപ്പോൾ നല്ലോണം ഒന്ന് വയന്ന് വന്നിക്കണേ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ഇടണം. അപ്പോൾ ഞാൻ ഇതേപോലെ നല്ല പഴുത്ത ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചെറുതാക്കി മുറിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിന് വേവാനും വേണ്ടിയിട്ട് നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുകയാണ്. മൂടി വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ തക്കാളിയും അതേപോലെ തന്നെ സവോള ഇതൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് മുളകും പൊടിയാണ്. അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി. അതൊക്കെ നിങ്ങൾ മസാല എത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ചൊരു ഗരം മസാലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കൂടുതൽ മസാല ഇട്ട് നമ്മൾ കറിൻ്റെ ടേസ്റ്റ് കളയരുത്. ഇനി നല്ലോണം മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ മസാല ആക്കി വെച്ച കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലോണം ആ മസാലൻ്റെ കുത്തലൊക്കെ പോയതിന് ശേഷം മാത്രമേ കിഴങ്ങ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കറിക്കൊരു കുത്തിന് മസാലൻ്റെ ഒരു കുത്തലുണ്ടാവും കേട്ടോ. പിന്നെ കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാനൊരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തുകണ്. അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തുകണ്. ഇനി അതിൽ കടന്നിട്ട് നമുക്ക് നല്ലോണം കിഴങ്ങൊന്ന് ഇളക്കി കൊടുത്ത് അതിൽ കടന്നിട്ട് നല്ലോണം ആ തേങ്ങാപ്പാലും ആ മസാലയൊക്കെ ഉരുളക്കിഴങ്ങ് പിടിക്കാനും വേണ്ടിയിട്ട് ചെറിയ തീയിൽ തന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് കാണും. അല്ലാതെ നമുക്ക് ചെറിയ തീയിൽ അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മൂടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ മസാല കയ്യിൽ പിടിക്കുകയും ചെയ്യും, ഫ്ലേവർ ഒന്നും പുറത്തേക്ക് പോകൂല. അപ്പോൾ മൂടി വെച്ചിക്കണേ. ഇനി 2-3 മിനിറ്റ് ചെറിയ തീ തന്നെ വേവിച്ചതിന് ശേഷം നമുക്ക് മൂടി തുറന്നോക്കുമ്പോൾ എന്താ സ്മെല്ലറിയോ. ആ തേങ്ങാപ്പാൽ കൈക്ക് പിടിച്ചിട്ട് നല്ലൊരു സ്മെല്ലുണ്ട്. ഇനി നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഒന്നുകൂടി മൂടി വെക്കുക. ആ ഉപ്പിൻ്റെ മസാല അതൊക്കെ അതിക്ക് ചേരാനും വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ അടിപൊളി ഇവിടെ തേങ്ങാപ്പാൽ കറീൻ്റെ ഇത് റെഡി ആയിക്കണേ. ഉരുളക്കിഴങ്ങ് കൊണ്ട് ഈ തേങ്ങാപ്പാൽ കറി ഉണ്ടാക്കണമെങ്കിൽ വളരെ ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടിയും ചോറിനും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. ഇപ്പം നല്ലോണം ഒന്ന് തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിക്കണേ. ഇപ്പം നമ്മൾ കിഴങ്ങിൻ്റെ പാൽക്കറി റെഡി ആക്കണേ. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇതേപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല ഫ്ലേവറാണ് മല്ലിച്ചപ്പ് ഇതിലേക്ക് ഇട്ടുകയാണ് ആ പാൽക്കറിയിലേക്ക് കൂടി കഴിക്കുമ്പോൾ. അപ്പോൾ ഇനി ഒന്ന് ആ മല്ലിച്ചപ്പൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് വാങ്ങി വെക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലത് ചപ്പാത്തിയാണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാനൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ സിമ്പിളായിട്ടും കാണാനും കഴിക്കാനും ഭംഗിയുള്ള ഒരുപാട് റെസിപ്പി ആയിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.